ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ കാണുന്നത്. ഇതുപോലൊരു ഹെയർ ഡേ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. നമ്മുടെ മുടിക്ക് യാതൊരു വിധ ഡാമേജ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല, കെമിക്കലൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. കെമിക്കൽ ഡേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേകൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ മുടിയൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൂടുതൽ നരയൊക്കെ ആകും. അതുപോലെ തന്നെ മുടി പൊഴിച്ചിലൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഡേകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നന്നായിട്ട് വളരാനും നല്ല കരുത്തോടെ നല്ല കറുപ്പോടെ ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കിയാലോ. ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ഇരുമ്പ് ചട്ടി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 സാഷി കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കോഫി പൗഡർ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കോഫി പൗഡർ ഇവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്പൂണിലൊക്കെ എടുക്കുന്ന ഒരു സമയത്ത് ഇതുപോലൊരു കളറ് ആ സ്പൂണിൽ പിടിച്ച് നിൽക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഈ ഒരു ഇതാവുന്നത് വരെ നമ്മൾ ഈ കോഫി പൗഡർ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത്ര ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നരയൊക്കെ ഉള്ളതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോൾ നമ്മൾ അത്രയും നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റും നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബയോ ഓർഗാനിക്കിൻ്റെയൊക്കെ നല്ല ഇൻഡിഗോ പൗഡറാണ്. അതുപോലെ തന്നെ ആൽപ്സ് ഗുഡ്നസിൻ്റെയും ഒക്കെ നല്ല ഇൻഡിഗോ പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ മുന്നേ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. എന്തായാലും നമ്മൾ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ അളവിലാണ് ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നരയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഡിഗോ പൗഡർ എടുക്കണം കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അലർജിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഈ കളറൊക്കെ നമുക്കൊന്ന് ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മൈലാഞ്ചിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നരയുള്ളതിനനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് തലനീരിറക്കം അല്ലെങ്കിൽ ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പനിക്കൂർക്കയുടെ ഇല ചേർക്കുന്നില്ല, മൈലാഞ്ചി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതായത് നമുക്കിത് അരച്ചെടുക്കുന്നതിന് പാകത്തിനുള്ള വെള്ളം ചേർക്കണം. കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ ഇതൊന്ന് അരഞ്ഞ് കിട്ടണം, അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൈലാഞ്ചി ഇവിടെ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു നീലമരിയുടെ കൂട്ടെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത ഈ മൈലാഞ്ചി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു പഴയ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിവിടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ കടുക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് എല്ലാ അങ്ങാടി കടകളിലും ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ എല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിനി ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിത് 1 സ്റ്റെപ്പായിട്ട് തന്നെ നമ്മുടെ മുടി നല്ലപോലെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ ഹെന്നയും ഇൻഡിഗോയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ദിവസം ഹെന്ന അപ്ലൈ ചെയ്ത് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഇൻഡിഗോ അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. അതുപോലെ തന്നെ ആ കളർ നമുക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. മാക്സിമം 1 മാസം വരെയൊക്കെ നമുക്കിത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ മാസത്തിൽ 1 തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം കേട്ടോ. സാധാരണ നമ്മൾ ഇൻഡിഗോയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 10 മിനിറ്റ് നേരമാണ് വെച്ചേക്കുന്നത്, അതിൽ കൂടുതൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലേക്ക് നമ്മളിപ്പോൾ കടുക്ക പൗഡറും മൈലാഞ്ചിയിലേക്ക് അരച്ച് ചേർത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇതാവാനായിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. തല നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിലൊട്ടും എണ്ണമയം ഉണ്ടാവരുത് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി, ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് നമുക്കിതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തലനീരിറക്കോ ജലദോഷവും ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എത്രത്തോളം ഇത് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കും അത്രയും നമുക്ക് ആ റിസൾട്ട് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. അതല്ല നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ വയ്ക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഓരോരുത്തർക്ക് എത്ര ടൈം വയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തലയിൽ വെച്ചേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. മാസത്തിൽ 1 തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നാൾ ആ ഒരു കളർ നിൽക്കില്ല കേട്ടോ. നല്ല ബ്രാൻഡ് അല്ലെങ്കിലാണ് നമുക്ക് കൂടുതലും അലർജിയും ചൊറിച്ചിലും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്